ഹലോ എവ്രി വൺ, വെൽക്കം ടു എജു പ്ലസ്. നമ്മളിന്ന് റിഫ്ലക്റ്റീവ് പ്രാക്ടീസസ് ഇൻ ലേണിംഗ് എന്താണെന്നാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ റിഫ്ലക്ഷൻ നമുക്ക് കേട്ട് പരിചയമുള്ള വാക്കാണ് അല്ലേ. റിഫ്ലക്ഷൻ നമ്മൾ കണ്ണാടിയിലൊക്കെ റിഫ്ലക്ഷൻ കാണുക എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് സുപരിചിതമായിട്ടുള്ളൊരു വാക്കാണ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ കണ്ണാടിയിൽ റിഫ്ലക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കണ്ണാടിയുടെ മുന്നിൽ നിന്നിട്ട് എന്തൊക്കെയാണോ കാണിക്കുന്നത് അത് അപ്പാടെ നമ്മൾ കാണും, അത് കണ്ടിട്ട് മനസ്സിലാക്കുകയാണ്. അപ്പോൾ അതുതന്നെയാണ് ഈ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാലും ഉദ്ദേശിക്കുന്നത്. നമ്മുടെ പാസ്റ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസസുകൾ നമ്മൾ ഒന്നും കൂടെ റീകാൾ ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ കണ്ണാടിയിലൊക്കെ കാണുന്ന മാതിരി തന്നെ നമ്മൾ ഒന്നും കൂടെ മനസ്സിൽ കാണുകയാണ്, അതിനെ കൺസിഡർ ചെയ്യുകയാണ്, ആ ഇവൻറ്റ്സിനെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യാണ്? ഇവാലുവേറ്റ് ചെയ്യാണ്. പാസ്റ്റ് എക്സ്പീരിയൻസസുകളെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മളൊരു കോണ്ടെക്സ്റ്റിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാവും നമ്മൾ അതിനെ അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഇവൻറ്റിനെ എടുത്ത് പാസ്റ്റ് ആയിട്ടുള്ള ഇവൻറ്റിനെ എടുത്തിട്ട് നമ്മൾ അനലൈസ് ചെയ്യുക, റീകൺസിഡർ ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നതാണ് എന്ത്? റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു റിഫ്ലക്ഷൻ ഫെമിലിയർ ആണെന്നുള്ളത്. ഇതിൻ്റെ ഫെമിലിയാരിറ്റി ഇപ്പോഴൊന്നും തുടങ്ങിയതല്ല. പണ്ട് ഏൻഷ്യൻ കാലഘട്ടം തൊട്ട് തന്നെ നമുക്ക് എന്തുണ്ട്? റിഫ്ലക്ഷൻ എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. അരിസ്റ്റോട്ടിലിൻ്റെയും പ്ലാറ്റോൻ്റെയും ഒക്കെ കാലഘട്ടം തൊട്ട് തന്നെ റിഫ്ലക്ഷൻ എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. ഇപ്പോൾ ഇന്ത്യൻ ഫിലോസഫേഴ്സിൻ്റെ കാര്യം, ഇന്ത്യൻ തിങ്കേഴ്സിൻ്റെ ഒക്കെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അവരും പറയുന്നുണ്ട് സെൽഫ് ഇവാലുവേഷൻ, സെൽഫ് ആക്ച്വലൈസേഷൻ എന്നുള്ള ടേംസ് ഒക്കെ അവരും യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. ഈ സെൽഫ് ഇവാലുവേഷനും സെൽഫ് ആക്ച്വലൈസേഷനും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ റിഫ്ലക്ഷൻ തന്നെയാണ്. നമ്മൾ ചെയ്ത പ്രവർത്തികളെ നമ്മൾ ഒന്നും കൂടെ ഇവാലുവേറ്റ് ചെയ്യണം. അതിൽ എന്തൊക്കെ ശരിയായില്ല എന്നുള്ള കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുക തന്നെയാണ് ഈ സെൽഫ് ഇവാലുവേഷൻ എന്ന് പറയുന്നതും ഉദ്ദേശിക്കുന്നത്. ഇനി ജോൺ ഡൂയി നമ്മൾ പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷനിസ്റ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്തുന്നതിന് തരത്തിലുള്ള ഒരു സ്പെഷ്യൽ ഫോം ഓഫ് തിങ്കിങ് ആണ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് നടക്കുക? തിങ്കിങ് എന്ന് പറയുന്നത് ഡെലിബറേറ്റ് ആയിട്ട് നടത്തുന്ന ഒരു കൊഗ്നിറ്റീവ് പ്രോസസ്സാണ്. ആ കൊഗ്നിറ്റീവ് പ്രോസസ്സിൽ എന്തൊക്കെയാണ് ചെയ്യുക? നമ്മൾ ഐഡിയകളെ സീക്വൻസ് ചെയ്യും, ഇന്റർ കണക്റ്റഡ് ആയിട്ട് ഒരു ഓർഡർ ആയിട്ട് ഇങ്ങനെ സീക്വൻസ് ചെയ്ത് ഇങ്ങനെ മാല പോലെ സീക്വൻസ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ആ ഐഡിയകളെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള വെറും വേഗമായിട്ടുള്ള ഐഡിയകളല്ല, നമുക്ക് ആ ഐഡിയകളെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ബിലീഫുകളോ നോളജോ എക്സ്പീരിയൻസുകളോ ഒക്കെ ഉണ്ടായിരിക്കണം. അല്ലാണ്ട് ഒരാൾ പറഞ്ഞു എന്ന് മാത്രമായിട്ടല്ല, നമുക്കതിലൊരു അനുഭവം, നമുക്കതിലൊരു എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിലാണ് നമ്മൾ ആ ഐഡിയകളെയൊക്കെ കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്ന ഒരു കൊഗ്നിറ്റീവ് പ്രോസസ്സാണ് ജോൺ ഡൂയിയുടെ അഭിപ്രായത്തിൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിഫ്ലക്ഷൻ നമ്മൾ എന്തിനാണ് പഠിക്കുന്നത്? നമ്മളെന്താ പ്രോസ്പെക്റ്റീവ് ടീച്ചേഴ്സാണ് അല്ലേ. ബി എഡിന് പഠിക്കുന്നവരാണ്, നാളെ നമ്മൾ ടീച്ചേഴ്സാണ്, ഒരു പകുതി ടീച്ചർമാരായി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഈ ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം റിഫ്ലക്ഷൻ എന്നുള്ള പ്രോസസ്സ് ഒരിക്കലും ഒഴിച്ചുവിടാൻ പറ്റില്ല. നമ്മൾ ടീച്ചേഴ്സ് എപ്പോഴും എന്തിരിക്കണം? നമ്മൾ ക്ലാസ് എടുക്കുന്നത്, ക്ലാസ്സിൽ പോയിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്നത്, ഏതൊക്കെ മെത്തേഡ് കൂടെ ഒരു ടോപ്പിക്ക് പഠിപ്പിക്കുന്നത്, എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, നമ്മുടെ ആ സ്റ്റിമുലസ് വേരിയേഷൻ എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെ സ്കില്ലുകളാണ് ഉപയോഗിക്കുന്നത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ സ്ഥിരം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മളിങ്ങനെ റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. എന്നാലാണ് നമുക്കൊരു പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാവുള്ളൂ, ഒരു പ്രോഗ്രസ് ഉണ്ടാവുള്ളൂ, നമ്മുടെ ക്ലാസ്സുകളൊക്കെ നല്ല രീതിയിലാവുള്ളൂ. നമ്മൾ ചെയ്യുന്നത് ശരിയാണോ എന്നുള്ളത്, നമുക്ക് ഇനി എന്തൊക്കെ മെച്ചപ്പെടുത്താൻ ചെയ്യാം എന്നൊക്കെ ഉള്ളത് നമ്മൾ സെൽഫ് ഇവാലുവേഷൻ ഡെയിലി നമ്മൾ നടത്തണം. എല്ലാ സമയത്തും ഈച്ച് ആൻഡ് എവറി സെക്കൻഡിൽ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സെൽഫ് ഇവാലുവേഷൻ അല്ലെങ്കിൽ റിഫ്ലക്ഷൻ നടത്തിക്കൊണ്ടിരിക്കേണ്ട ഒരു പ്രൊഫഷനാണ് ടീച്ചിങ് പ്രൊഫഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സിലബസിൽ നമ്മൾ റിഫ്ലക്ഷൻ എന്താണെന്ന് പഠിക്കുന്നതും. അതേപോലെ ബി എഡിൻ്റെ കരിക്കുലം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് വർക്ക് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ എൻഡ് പോയിന്റിൽ ഒരു റിഫ്ലക്ഷൻ ഉണ്ടാവും. ഇപ്പോൾ നിങ്ങളൊരു ക്യാമ്പ് നടത്തിക്കഴിഞ്ഞാൽ, ഒരു ഫീൽഡ് ട്രിപ്പ് നടത്തിക്കഴിഞ്ഞാൽ, അങ്ങനെ എന്തെങ്കിലും ഒരു വർക്ക്ഷോപ്പ് നടത്തിക്കഴിഞ്ഞാൽ, അങ്ങനെ എന്ത് നടത്തിക്കഴിഞ്ഞാലും നിങ്ങൾ എല്ലാവരും കൂടിയിരുന്ന് ടീച്ചേഴ്സും കുട്ടികളൊക്കെ കൂടിയിരുന്നിട്ട് അതിനൊന്ന് റിഫ്ലക്റ്റ് ചെയ്യും. നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്ത്, എന്തൊക്കെ ശരിയായി, ആരൊക്കെ എക്സൽ ചെയ്തു, ആരൊക്കെ പിന്നോട്ട് പോയി, അങ്ങനെ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും? നിങ്ങളൊന്ന് വിശകലനം ചെയ്യും. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളതിനെ ഒരു കാര്യം, നിങ്ങളുടെ പാസ്റ്റിൽ ചെയ്ത ഒരു കാര്യത്തിന്, ഒരു ഇവൻറ്റിനെ, ഒരു എക്സ്പീരിയൻസിനെ നിങ്ങൾ മുറിച്ച് വിശകലനം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യും? ഫ്യൂച്ചറിൽ ഉപകാരപ്പെടും. ഇനി പറയണത് ഇൻ്റർപ്രിട്ടേഷൻസ് ആണ്. ഈ റിഫ്ലക്ഷന് രണ്ട് തരത്തിലുള്ള ഇൻ്റർപ്രിട്ടേഷൻസ് ആണുള്ളത്. കൺസ്ട്രക്റ്റിവിസ്റ്റ് ഓർ കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് തിയറിസ്റ്റ് നൽകിയ ഒരു ഇൻ്റർപ്രിട്ടേഷനും റിസർച്ചേഴ്സിൻ്റെ പേഴ്സ്പെക്റ്റീവിലുള്ള ഒരു ഇൻ്റർപ്രിട്ടേഷനും. ഈ കൺസ്ട്രക്റ്റിവിസ്റ്റ് തിയറിസ്റ്റിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ മുന്നേ പറഞ്ഞ മാതിരി തന്നെ പാസ്റ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസസുകൾ, കഴിഞ്ഞു പോയ നമ്മുടെ അനുഭവങ്ങളെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. ഈ ഇവാലുവേറ്റ് ചെയ്യുന്നത് നമുക്ക് പുതിയൊരു നോളജിനെ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും എന്നാണ് കൺസ്ട്രക്റ്റിവിസ്റ്റ് തിയറിസ്റ്റുകൾ പറഞ്ഞത്. പുതിയ നോളജിനെ
കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാസ്റ്റ് ഇവൻറ്റുകളൊക്കെ റിഫ്ലക്റ്റ് ചെയ്തെടുക്കുന്നതെന്നാണ് കൺസ്ട്രക്റ്റിവിസ്റ്റ് പേഴ്സ്പെക്റ്റീവിലുള്ള അവരുടെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ, റിഫ്ലക്ഷനെ പറ്റിയിട്ടുള്ള ഇൻ്റർപ്രിട്ടേഷൻ. ഇനി റിസർച്ചേഴ്സിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ എന്താണെന്ന് വെച്ചാൽ അതൊരു ഡെയിലി ലൈഫിൽ നമ്മുടെ ഡെയിലി റുട്ടീൻ പോലെ നടക്കുന്ന ഒരു കാര്യമാണ് റിഫ്ലക്ഷൻ എന്നാണ് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞാലും അതിലൊരു റിഫ്ലക്ഷൻ നടത്തും. ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വീഡിയോ ക്ലാസ് ഇടുന്നുണ്ട്, അത് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ കാണും, എന്നിട്ട് എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത്, എന്തൊക്കെയാണ് ശരിയായേ, എന്തൊക്കെ മാറ്റം വരുത്തണം എന്നുള്ളത് ഓരോന്നും ഞാൻ വിശകലനം ചെയ്യും. എൻ്റെ ക്ലാസ് എടുക്കുന്നതിൻ്റെ സ്പീഡ് കൂടുന്നുണ്ടോ, പോസ് ചെയ്യുന്നത് കൂടുന്നുണ്ടോ, ഇപ്പോൾ PPT മാറ്റുന്നതിൽ എന്തെങ്കിലും പ്രശ്നം വരുന്നുണ്ടോ, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും ഞാൻ വിശകലനം ചെയ്യണം. അപ്പോൾ നമ്മളത് ഡെയിലി ലൈഫിൽ ഇതുപോലെ തന്നെ നമ്മളൊരു കറി വെക്കുമ്പോൾ അതിൻ്റെ ഉപ്പ് കൂടിയോ കുറഞ്ഞോ, അടുത്ത പ്രാവശ്യം വെക്കുമ്പോൾ എന്തൊക്കെ കൂടുതൽ ചേർക്കണം അല്ലെങ്കിൽ എന്തൊക്കെ ഒഴിവാക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ ഓരോ കാര്യം ഡെയിലി ലൈഫിൽ നമ്മുടെ ഒരു ലൈഫ് ലോങ്ങിൽ നടക്കുന്ന ഒരു ലൈഫ് ആസ്പെക്ട്, വേരിയസ് ആസ്പെക്ട് ഓഫ് ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് റിസർച്ചേഴ്സിൻ്റെ അഭിപ്രായം, അവരുടെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ, റിഫ്ലക്ഷനെ പറ്റിയിട്ടുള്ള ഇൻ്റർപ്രിട്ടേഷൻ. ഇനി പറയാനുള്ളത് റിഫ്ലക്ഷൻ്റെ ഡൊണാൾഡ് ഷോൺ നൽകിയിട്ടുള്ള അപ്രോച്ചസ് ആണ്. 2 തരത്തിലുള്ള അപ്രോച്ചസ് ആണ് ഡൊണാൾഡ് ഷോണിൻ്റെ അക്കോർഡിംഗ്ലി റിഫ്ലക്ഷൻ ഉള്ളത്. റിഫ്ലക്ഷൻ ഓൺ ആക്ഷനും റിഫ്ലക്ഷൻ ഇൻ ആക്ഷനും. റിഫ്ലക്ഷൻ ഓൺ ആക്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. റിഫ്ലക്റ്റിംഗ് ഓൺ പാസ്റ്റ് ആക്ഷൻസ്, തോട്ട്സ് ആൻഡ് പ്രൊഡക്ട്സ് ആഫ്റ്റർ ദേ ഹാവ് ഒക്കേർഡ്. ആ സംഗതി നടന്നു കഴിഞ്ഞു, നമ്മുടെ ആ ഒരു ഇവൻറ്റ്, ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്ഷൻ എന്ന് പറയുന്നത് നടന്നു കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാണ്, അതിനെപ്പറ്റി വിശകലനം ചെയ്യാണ്. ഒരു കാര്യം നടന്നു കഴിഞ്ഞാൽ അതിനെപ്പറ്റി വിശകലനം ചെയ്യുക. അതിൻ്റെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഒരു പ്രൊജക്റ്റ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിനെ വിശകലനം ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തുണ്ടാവും, ഫ്യൂച്ചറായിട്ടുള്ള ഇതേമാതിരി ഒരു പ്രൊജക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഫ്യൂച്ചറായിട്ട് ഒരു കാര്യത്തിൽ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ബെനിഫിഷ്യൽ ആയിരിക്കും ഇങ്ങനെ റിഫ്ലക്ഷൻ ഓൺ ആക്ഷൻ നടത്തുമ്പോൾ. നിങ്ങളൊരു കാര്യം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിനെപ്പറ്റി ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് റിഫ്ലക്ഷൻ ഓൺ ആക്ഷൻ എന്ന് പറയുന്നത്. റിഫ്ലക്ഷൻ ഇൻ ആക്ഷൻ എന്തായിരിക്കും അപ്പോൾ? റിഫ്ലക്ഷൻ ഇൻ ആക്ഷൻ എന്ന് പറയുന്നത് റിഫ്ലക്റ്റിംഗ് ഓൺ ആക്ഷൻസ് വൈൽ ദേ ആർ ബീങ് ക്യാരിഡ് ഔട്ട്, അലോയിങ് ഫോർ ഇമ്മീഡിയറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ്. നമ്മളൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ റിഫ്ലക്റ്റ് ചെയ്യാം. നിങ്ങൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാവും നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഐഡിയ തോന്നുക, ഇത് ഇങ്ങനെയുള്ള ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നന്നായിരിക്കും, ചിലപ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് ആ ക്ലാസ്സിൻ്റെ ഒരു പൾസ് മനസ്സിലായതിന് ശേഷം ചിലപ്പോൾ അപ്പോൾ നിങ്ങളുടെ ലെസൺ പ്ലാനിൽ ഇല്ലാത്തൊരു എക്സാമ്പിൾ അല്ലെങ്കിൽ ഇല്ലാത്തൊരു ഒരു ആക്ടിവിറ്റി ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യും, ഇൻകോപ്പറേറ്റ് ചെയ്യും. നിങ്ങളുടെ ആ ക്ലാസ്സിൻ്റെ ഒരു ഡൈനാമിക്സ് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ കൊണ്ടുവരും. അപ്പോൾ അതെന്താ, നിങ്ങൾ അവിടെ തന്നെ റിഫ്ലക്റ്റ് ചെയ്യാണ്, ക്ലാസ് എടുക്കുന്നതിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ റിഫ്ലക്റ്റ് ചെയ്യാണ്. ചിലപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ആ ടീച്ചിങ് സ്റ്റൈൽ ശരിയാവില്ല. അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ ആക്റ്റീവായിട്ട് ക്വസ്റ്റ്യനൊക്കെ ചോദിച്ച് കുട്ടികൾ ഉറക്കം വന്നിരിക്കുകയെന്നൊക്കെ തോന്നി നമ്മളപ്പോൾ ഒന്ന് സ്വിച്ച് ചെയ്യുമല്ലോ നമ്മുടെ ആ ടീച്ചിങ് സ്റ്റൈലൊക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, റിഫ്ലക്ഷൻ നടത്തുന്നതിനെയാണ് റിഫ്ലക്ഷൻ ഇൻ ആക്ഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾ എന്താ, വൈൽ ഗിവിങ് എ പ്രസൻറ്റേഷൻ പോസിങ് ടു അസസ് ഓഡിയൻസ് റിയാക്ഷൻസ് ആൻഡ് അഡ്ജസ്റ്റിംഗ് ഡെലിവറി അക്കോർഡിംഗ്ലി. നമ്മൾ ഓഡിയൻസിൻ്റെ റിയാക്ഷനൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഒന്നും നിർത്തില്ലേ. ഇപ്പോൾ വലിയ പ്രസംഗങ്ങളൊക്കെ നടത്തുമ്പോൾ കയ്യടിയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ നിർത്തി ഒരു സ്പേസ് ഒക്കെ കൊടുത്തിട്ടല്ലേ രണ്ടാമത് തുടങ്ങുള്ളൂ. അതുമാതിരിയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ടീച്ചേഴ്സിൻ്റെ ഒരു കേസ് എടുക്കുമ്പോൾ കുറച്ചും കൂടി എഫക്റ്റീവ് ആവുക റിഫ്ലക്ഷൻ ഇൻ ആക്ഷൻ ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാനൊക്കെ പോയാൽ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും അത്. ക്ലാസ് എടുക്കുന്നതിൻ്റെ ഉള്ളിൽ തന്നെ ഇപ്പോൾ നിങ്ങൾ മൈക്രോ ടീച്ചിങ്ങും ക്രിറ്റിസിസും ഒക്കെ ചെയ്യുമ്പോൾ മനസ്സിലാവും, ക്ലാസ് എടുക്കുന്നതിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് റിഫ്ലക്റ്റ് ചെയ്തിട്ട് ആ ക്ലാസ്സിൻ്റെ ഒരു സ്ട്രക്ചറും നിങ്ങൾ എടുക്കുന്നതും എല്ലാം മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ തന്നെ റിഫ്ലക്ഷൻ നടത്തിയിട്ട് മോഡിഫിക്കേഷൻസ് വരുത്താനായിട്ട് സാധിക്കും. ഇനി പറയുന്നത് റിഫ്ലക്ഷൻ ഓൺ ആക്ഷൻ്റെ ലെവൽസ് ആണ്. 4 ലെവലിലാണ് റിഫ്ലക്ഷൻ ഓൺ ആക്ഷൻ നടക്കുന്നതെന്നാണ് ഡൊണാൾഡ് ഷോണിൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണ്. ഒന്നാമത്തത് ടെക്നിക്കൽ ലെവലാണ്. ടെക്നിക്കൽ ലെവൽ എന്ന് പറയുന്നത് ബിഗിനേഴ്സിനുള്ളതാണ്. റിഫ്ലക്ഷൻ ഓൺ ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവൻറ്റ് നടന്നതിന് ശേഷം, നമ്മുടെ ആ ആക്ഷൻ നടന്നതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യണത്, റിഫ്ലക്ഷൻ നടത്തുന്നത്. അതിൽ തന്നെ ഒന്നാമത്തെ കാര്യം ടെക്നിക്കൽ ലെവലിൽ നമുക്ക് റിഫ്ലക്ഷൻ ഓൺ ആക്ഷൻ നടത്താം. അതായത് നമ്മൾ കുറച്ച് ക്രൈറ്റീരിയാസ്, ഒരു തിയറി ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാണ്, നമ്മൾ അതിനെ വിശകലനം ചെയ്യണം. അതിൻ്റെ ബേസിസിൽ നമ്മൾ ഡിസിഷൻ മേക്കിംഗ് നടത്താം. അപ്പോൾ നിങ്ങൾ ക്രിറ്റിസിസം ക്ലാസ്സസ് എടുക്കുമ്പോൾ അത് ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ മറ്റൊരാളിനെ നിങ്ങൾ എന്ത് ചെയ്യണം, ക്രിട്ടിസൈസ് ചെയ്യണം. അതിന് ഓരോ പോയിന്റ്സ് ഉണ്ട്. ഇൻട്രഡക്ഷൻ ശരിയായോ, സ്റ്റിമുലസ് വേരിയേഷൻ ഉണ്ടോ, അങ്ങനെ ഓരോ പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ ഒരു തിയറി, ഒരു ക്രൈറ്റീരിയ വെച്ചിട്ട് എന്ത് ചെയ്യും, നിങ്ങൾ അതിനെ ഇവാലുവേറ്റ് ചെയ്യണം.
അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ആ ഇതിൽ തന്നെ നിങ്ങൾ ടിക്ക് ചെയ്യും അല്ലെങ്കിൽ മാർക്ക് ചെയ്ത് പോവുകയൊക്കെ ചെയ്യുക നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു ക്രൈറ്റീരിയ ബേസ്. അത് ശരിക്കും ടെക്നിക്കൽ ലെവൽ എന്ന് പറഞ്ഞാൽ ബിഗിനേഴ്സിനുള്ളതാണ്. പക്ഷെ ഡിസ്ക്രിപ്റ്റീവ് ലെവലിലേക്ക് എത്തുമ്പോഴോ അവിടെ നമ്മളൊരു ജസ്റ്റിഫിക്കേഷൻ കൂടി കൊടുക്കുകയാണ്. എന്തുകൊണ്ട് ഇങ്ങനെ നടന്നു, എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തില്ല. അപ്പം നിങ്ങൾ ഒരു ഇൻട്രഡക്ഷൻ കൊടുത്തു, അത് നിങ്ങൾക്ക് സ്വന്തമേ ചെയ്യാം. റിഫ്ലക്ഷൻ അല്ലെങ്കിൽ പിയേഴ്സിനൊക്കെ ആവാട്ടോ, പിയേഴ്സിനോ ടീച്ചേഴ്സിനോ ഒക്കെ നിങ്ങളുടെ കൂടെ ഉള്ളവർക്കൊക്കെ ആ ജസ്റ്റിഫിക്കേഷൻ, ആ ഡിസ്ക്രിപ്റ്റീവ് ലെവലിലുള്ള റിഫ്ലക്ഷൻ ഓൺ ആക്ഷൻ നടത്താം. അപ്പോൾ നിങ്ങളൊരു ഇൻട്രഡക്ഷൻ ആണ് ലെസൺ പ്ലാനിൽ എഴുതിയത്. അപ്പോൾ ക്ലാസ്സിൽ വന്നപ്പോൾ തോന്നി, ജസ്റ്റ് നിങ്ങളൊന്ന് ടോപ്പിക്ക് പറഞ്ഞപ്പോൾ തന്നെ കുട്ടികൾ നിങ്ങൾ ഉദ്ദേശിച്ച ഇൻട്രഡക്ഷൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ വേറൊരു ഇൻട്രഡക്ഷൻ പറയാണ്, സിറ്റുവേഷനിൽ മാറ്റി പറയാണ്. അവരെന്തായാലും അത് പറഞ്ഞില്ല, അപ്പോൾ അതിനെ റിലേറ്റ് ചെയ്ത് വേറൊന്ന് പറയാന്നൊക്കെ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ അതിനെ ജസ്റ്റിഫൈ ചെയ്യണം. ഇന്ന കാരണം കൊണ്ടാണ് ഞാൻ ഈ ലെസൺ പ്ലാനിൽ ഉള്ളതല്ല വേറെ ഇൻട്രഡക്ഷൻ പറഞ്ഞതെന്നൊക്കെ നിങ്ങൾ അതിന് ഒരു ജസ്റ്റിഫിക്കേഷൻ കൂടി കൊടുക്കുന്നതാണ് എന്ത്, ഡിസ്ക്രിപ്റ്റീവ് ലെവൽ. ഇനി ഡയലോഗിക് ലെവൽ ആകുമ്പോഴോ നിങ്ങൾ അവിടെ ഓരോ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതിനൊരു ആൾട്ടർനേറ്റീവ് എടുത്തു. അപ്പോൾ നിങ്ങൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്, ഭയങ്കര ബഹളം വെക്കുകയാണ് കുട്ടികൾ, നിങ്ങൾക്കത് മനസ്സിലായി കുട്ടികൾ നല്ല ബഹളം വെക്കുന്നുണ്ടല്ലോ, അപ്പോൾ എനിക്ക് സൗണ്ട് കുറവായിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിനൊരു ആൾട്ടർനേറ്റീവ് പറയാം. നിങ്ങൾക്ക് സൗണ്ട് നാച്ചുറലി സൗണ്ട് എടുക്കാൻ പറ്റില്ല, അത്രേ സൗണ്ട് വരുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ നമുക്കൊരു മൈക്ക് യൂസ് ചെയ്യാം. അങ്ങനെ ഒരു ആൾട്ടർനേറ്റീവും കൂടെ കണ്ടെത്തുന്നതിനെയാണ് ഈ ഡയലോഗിക് ലെവലിൽ റിഫ്ലക്ഷൻ നടത്തുക എന്ന് പറയുന്നത്. ഇനി ക്രിട്ടിക്കൽ ലെവലിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ പേഴ്സ്പെക്റ്റീവ്സിന് എല്ലാ തരത്തിലും നമ്മൾ എന്ത് ചെയ്യുകയാണ്, അതിനെ ക്രിട്ടിസൈസ് ചെയ്യാനാണ്. ക്രിട്ടിക്കൽ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ, എല്ലാ തരത്തിലും കീറി മുറിച്ച് നമ്മൾ വിശകലനം ചെയ്യുന്നതാണ് ക്രിട്ടിക്കൽ ലെവലിലുള്ള റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. എല്ലാ ഇവൻറ്റ്സും അതിൻ്റെ 4 പാടും നമ്മൾ കീറി മുറിച്ച് വിശകലനം ചെയ്യുകയാണ്. ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു പാസ്റ്റിലുള്ള ഇവൻറ്റിനെ നമ്മൾ അങ്ങനെ തറോ ആയിട്ട് വിശകലനം ചെയ്യുന്നതിനെയാണ് ക്രിട്ടിക്കൽ ലെവൽ റിഫ്ലക്ട് ചെയ്യാന്ന് പറയുന്നത്. അപ്പോൾ ഈ 4 എണ്ണമാണ് റിഫ്ലക്ഷൻ ഓൺ ആക്ഷൻ്റെ ലെവൽസ്. ടെക്നിക്കൽ ലെവലുണ്ട്, ഡിസ്ക്രിപ്റ്റീവ് ലെവലുണ്ട്, ഡയലോഗിക് ലെവലുണ്ട് ആൻഡ് ക്രിട്ടിക്കൽ ലെവലുണ്ട്. അടുത്തത് റിഫ്ലക്റ്റീവ് പ്രാക്ടീസിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് പോയിന്റ്സ് കിട്ടുന്നുണ്ടാവും. നമ്മുടെ കണ്ടിന്യൂസ് ലേണിങ്ങിൽ കുട്ടികളെ എൻഗേജ് ചെയ്യിപ്പിക്കും അല്ലേ. ടീച്ചറും കുട്ടികളും ഇതേപോലെ റിഫ്ലക്ഷൻ എന്നുള്ളൊരു പ്രോസസ്സ് കൂടെ കടന്നു പോകുകയാണെന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സിൻ്റെ ടീച്ചിങ് എപ്പോഴും മൊണോട്ടോണസ് ആയിരിക്കില്ല. ഒരേമാതിരി ഒരു യൂണിഫോം രീതിയിലല്ല ടീച്ചേഴ്സ് പോവുക. ക്ലാസ്സിൻ്റെ ഒരു പൾസ് അറിഞ്ഞ് ക്ലാസ്സിൻ്റെ ഒരു സ്ട്രക്ചറും ഡൈനാമിക്സും ഒക്കെ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യും, ടീച്ചറുടെ വേ ഓഫ് ടീച്ചിങ് മാറ്റിക്കൊണ്ടിരിക്കും. അതേമാതിരി കുട്ടികൾ നമ്മൾ ടീച്ചറുടെ വേ ഓഫ് സ്റ്റൈൽ മാറുന്നതിനനുസരിച്ച്, കണ്ടന്റ് മാറുന്നതിനനുസരിച്ച് അവർ സ്വന്തമായിട്ട് റിഫ്ലക്റ്റ് ചെയ്യും. ഞാൻ എങ്ങനെ ക്ലാസ്സിലിരിക്കണം, ഞാൻ എന്തൊക്കെ വായിക്കണം, എന്തൊക്കെ മുൻകൂട്ടി പ്രിപ്പയർ ചെയ്ത് വരണം, അത് കഴിഞ്ഞ് ക്ലാസ് കഴിഞ്ഞ് എന്തൊക്കെ ചെയ്യണം എന്നുള്ള റിഫ്ലക്ഷൻ കുട്ടികൾക്കുണ്ടാവും. അപ്പോൾ ഒരു കണ്ടിന്യൂസ് ലേണിങ്ങിൽ കുട്ടികളെ എൻഗേജ് ചെയ്യിക്കാൻ ഈ റിഫ്ലക്ഷൻ എന്നുള്ള പ്രോസസ്സിന് സാധിക്കും. അതേമാതിരി ഇൻഡിപെൻഡൻറ്റ് ലേണിങ്ങിനെ പ്രൊമോട്ട് ചെയ്യും. കുട്ടികൾ സ്വന്തമായിട്ട് വിശകലനം ചെയ്യുകയാണ്, ഞാൻ എന്താ ചെയ്യുന്നത്, എന്താ ചെയ്യാത്തത്, എന്നെക്കൊണ്ട് എന്തൊക്കെ പറ്റും, എനിക്ക് എന്തൊക്കെ എബിലിറ്റി ഉണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വിശകലനം ചെയ്യണം. അപ്പോൾ അവരെന്ത് ചെയ്യും, സ്വന്തമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പഠിക്കാനുള്ളൊരു ആ ഒരു സ്കില്ല് അങ്ങനെ ഒരു ഇതൊക്കെ ഡെവലപ്പ് ചെയ്തിട്ട് വരും. അവരുടെ ലേണിങ്ങിൻ്റെ റെസ്പോൺസിബിലിറ്റി അവർ തന്നെ സ്വമേധയാ അതിനെ ഏറ്റെടുക്കുന്ന ഒരു സ്റ്റേജിലേക്കൊക്കെ വരും ഈ റിഫ്ലക്റ്റീവ് പ്രാക്ടീസിന് നടത്തി വരികയാണെന്നുണ്ടെങ്കിൽ. അടുത്തതാണ് ഡെവലപ്സ് ക്രിട്ടിക്കൽ തിങ്കിങ് സ്കിൽസ്. ഇപ്പോൾ റിഫ്ലക്ഷൻ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ക്രിട്ടിക്കൽ തിങ്കിങ് സ്കില്ലും കൂടെ വേണം അല്ലേ. അപ്പോൾ അതെന്തായാലും ഷാർപ്പനായിട്ട് വരും. നമ്മളിങ്ങനെ വിശകലനം ചെയ്യുമ്പോൾ ഓരോ ഭാഗവും എടുത്തിട്ട്, നമ്മളിപ്പോൾ സിനിമേനെയൊക്കെ റിവ്യൂ ചെയ്യുന്നത് കണ്ടിട്ടില്ലേ, അത് സിനിമയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരൊന്നും ആയിരിക്കില്ല, അവരൊരു റിഫ്ലക്ഷൻ നടത്തുകയാണ്. സിനിമ കണ്ടു കഴിഞ്ഞിട്ട് അതിനെ പറ്റിയിട്ട് 4 പാട് നിന്നിട്ട് എല്ലാ കാര്യങ്ങളും, ഡയറക്ഷൻ, സിനിമോട്ടോഗ്രാഫി, ആക്ടിങ്, അങ്ങനെ എന്തായാലും സൗണ്ട് മിക്സിങ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും എടുത്തിട്ട് അതിനെപ്പറ്റി പഠിച്ച് വിശകലനം ചെയ്ത് ക്രിട്ടിസൈസ് ചെയ്യണം അല്ലേ. കൃത്യമായിട്ട് പഠിച്ച് വിശകലനം ചെയ്തിട്ടാണ് അവർ റിവ്യൂ ചെയ്യുന്നത്. അതൊരു തരത്തിലുള്ള റിഫ്ലക്ഷനാണ് അല്ലേ, ഒരു പിയർ റിഫ്ലക്ഷൻ പോലെ ഉള്ള റിഫ്ലക്ഷനാണ്. അപ്പോൾ നമ്മുടെ ക്രിട്ടിക്കൽ തിങ്കിങ് സ്കിൽ അത് ഡെവലപ്പ് ചെയ്യും. കൂടുതലായിട്ട് നമ്മൾ അങ്ങനെ റിവ്യൂ ചെയ്യുമ്പോൾ ആദ്യം ചെയ്ത റിവ്യൂ മാതിരിയല്ല ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തത് ഉണ്ടാവുക, കുറച്ചും കൂടെ റിഫൈൻഡ് ആയിട്ടുണ്ടായിരിക്കും, നന്നായിട്ടുണ്ടാവും അല്ലേ, കുറച്ചും കൂടെ അപ് ടു ദ പോയിന്റ്സ് ഒക്കെ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ക്രിട്ടിക്കൽ തിങ്കിങ് സ്കിൽസിനെയും ഈ റിഫ്ലക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഡെവലപ്പ് ചെയ്യും. അതേപോലെ നമ്മുടെ സെൽഫ് അവെയർനെസ് ഇൻക്രീസ് ചെയ്യും. റിഫ്ലക്റ്റ് ചെയ്യാണ് നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ എബിലിറ്റീസ് എന്താ, സ്ട്രെങ്ത് എന്താ, വീക്ക്നെസ് എന്താന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഒരു സെൽഫ് അവെയർനെസ് ഉണ്ടാവും, നമ്മളെക്കൊണ്ട് എന്തൊക്കെ സാധിക്കും, സാധിക്കില്ല, ഏതറ്റം വരെ നമുക്ക് പോകാൻ പറ്റും എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് സ്വന്തമായിട്ടൊരു സെൽഫ് അവെയർനെസ് ഉണ്ടാവും ഈ റിഫ്ലക്റ്റീവ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ. അടുത്തതാണ്
ഫെസിലിറ്റേറ്റ്സ് ഇംപ്രൂവ്മെൻറ്റ് ഇൻ ലേണിംഗ്. നമ്മൾ റിഫ്ലക്ഷൻ ചെയ്യുമ്പോൾ, നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കി അതിനെ വീണ്ടും വിശകലനം ചെയ്ത് പഠിക്കുമ്പോൾ നമ്മുടെ ലേണിംഗ് ഓട്ടോമാറ്റിക്കലി എന്താവും, ഇംപ്രൂവ്ഡ് ആവും അല്ലേ. ഒരു സ്ട്രക്ചറൊക്കെ കൊണ്ടുവരും. ആ ലേണിങ്ങിന് ഒരു സ്ട്രക്ചർ ഉണ്ടായിരിക്കും. വെറുതെ ഇങ്ങനെ വാരി വലിച്ച് പഠിക്കല്ല. നമ്മൾ പഠിച്ചതിൽ നിന്ന് ഇപ്പോൾ ഒരു പരീക്ഷ കഴിഞ്ഞതിൽ നിന്ന്, ഒരു ക്ലാസ് ടെസ്റ്റ് കഴിഞ്ഞതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം, അത് റിഫ്ലക്റ്റ് ചെയ്യണം. എന്താണ് ശരിയായത്, ഈ പോർഷൻ പഠിച്ചത് ശരിയായോ, എവിടെയാണ് മിസ്റ്റേക്ക് വന്നതെന്നൊക്കെ നമ്മൾ റിഫ്ലക്റ്റ് ചെയ്ത് അതിൽ നിന്ന് നമ്മൾ അനുഭവത്തിൽ നിന്ന് പാഠങ്ങൾ മനസ്സിലാക്കി വീണ്ടും ഇമ്പ്രൂവ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ലേണിങ്ങിന് അതൊരു ഇമ്പ്രൂവ്മെൻ്റ് ആയിരിക്കും. അടുത്തത് പറയുന്നത് റിഫ്ലക്റ്റീവ് അപ്രോച്ചിനെ സപ്പോർട്ട് ചെയ്യുന്ന ടെക്നിക്സ് എന്തൊക്കെയാണ്, ഈ റിഫ്ലക്റ്റീവ് പ്രാക്ടീസസിനെ സപ്പോർട്ട് ചെയ്യുന്ന ടെക്നിക്സ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഒന്നാമത്തത് സെൽഫ് അസസ്മെൻ്റ് ആണ്. നമ്മൾ സ്വന്തമായിട്ടുള്ളൊരു അസസ്മെൻറ്റ്, അതെന്താണ്, ഒരു റിഫ്ലക്റ്റീവ് അപ്രോച്ചാണ് അല്ലേ. നമുക്ക് എന്തൊക്കെ എബിലിറ്റീസ് ഉണ്ട്, നമ്മുടെ പെർഫോമൻസ് എത്രത്തോളം എത്രത്തോളം നമുക്ക് പ്രോഗ്രസ് വരുത്താൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അങ്ങനെയുള്ള സെൽഫ് അസസ്മെൻറ്റ് എന്താണ്, അപ്പോൾ ഒരു റിഫ്ലക്റ്റീവ് അപ്രോച്ചാണ്. ഇനി പ്രോബ്ലം ബേസ്ഡ് ലേണിംഗ്, അതൊരു റിഫ്ലക്റ്റീവ് അപ്രോച്ചാണ്. നമ്മൾ എന്ത് ചെയ്യുക, കുട്ടികളെ എപ്പോഴും ഒരു പ്രോബ്ലം ബേസ്ഡ് ലേണിങ്ങിലേക്ക് നമ്മൾ അങ്ങനെ ഡയറക്റ്റ് ചെയ്യുക. ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ കൊടുക്കുക. അപ്പോൾ അതൊരു മാത്സിൻ്റെ മാത്രമല്ല, സോഷ്യൽ സയൻസിൽ വേണമെങ്കിലും ഇങ്ങനെ ആയിരുന്നു, അപ്പോൾ ഇതിനുള്ളൊരു സൊല്യൂഷൻ കണ്ടെത്തും, ഇങ്ങനെ ആയിരുന്നെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം. ഒരു കൺസ്ട്രക്റ്റിസ്റ്റ് വേയിലൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ പോലും അങ്ങനെയാണ് വരുന്നത് അല്ലേ. നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ ഇങ്ങനൊരു സിറ്റുവേഷൻ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും എന്നൊക്കെയുള്ള രീതിയിൽ. അപ്പോൾ ഒരു പ്രോബ്ലത്തിന്, ഒരു പ്രോബ്ലമാറ്റിക് സിറ്റുവേഷന് സൊല്യൂഷൻ കണ്ടെത്തുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ പഠനമൊക്കെ പോകുന്നത്. അതൊരു റിഫ്ലക്റ്റീവ് അപ്രോച്ചാണ്. അടുത്തത് ഗ്രൂപ്പ് വർക്കാണ്. ഗ്രൂപ്പ് വർക്ക് ഒരു റിഫ്ലക്റ്റീവ് അപ്രോച്ചാണ്. അതെങ്ങനെയാണ് ആവുക, നമ്മൾ ഗ്രൂപ്പായിട്ട് ഇരിക്കുകയാണ്, ഒരു കൊളാബറേറ്റീവ് ആയിട്ടുള്ള ഒരു വർക്ക് ചെയ്യണം. അപ്പോൾ എല്ലാവരും കൂടെ ചെയ്യുമ്പോൾ ഒരാൾ ചെയ്തതിൽ എന്താണ് മിസ്റ്റേക്ക്, അല്ലെങ്കിൽ ഒരാൾ ചെയ്തതിൽ എന്താണ് നന്നായത്, ഇന്നാൾ ഇന്നത് ചെയ്യണം, അത് ചെയ്തപ്പോൾ ശരിയായില്ല എന്നൊക്കെ ഉള്ളത് അപ്പുറത്തിരിക്കുന്ന ആൾ. നമ്മൾ പണ്ടേ കുറ്റം പറയാൻ മിടുക്കന്മാരാണല്ലോ അല്ലേ. അത് ഗ്രൂപ്പ് വർക്കിൽ നന്നായിട്ട് വർക്ക് ചെയ്യും. ആ കുറ്റം പറച്ചിൽ എന്ന് പറയുന്നത് ഇത് കാര്യമായിട്ട് പറയല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരാൾ ചെയ്തതിൽ എന്താണ് പ്രശ്നം, എന്താണ് നന്നായിട്ടുള്ളതെന്നൊക്കെ ഉള്ളതൊക്കെ ഒരു ഗ്രൂപ്പ് വർക്കിൽ നമുക്ക് എന്താ കൂടുതലായിട്ട് ഗ്രൂപ്പിൻ്റെ വർക്ക് നല്ല പെർഫെക്റ്റ് ആവണം, അത് നന്നായിട്ട് എക്സൽ ആവണം എന്നുള്ളതാണ്. ഗ്രൂപ്പ് ഏറ്റവും എക്സൽ ആവണം എന്നുള്ളതാണ് അവിടുത്തെ ഒരു മെയിൻ അജണ്ട ഉണ്ടാവുക അല്ലേ. അപ്പോൾ അതിൽ ഇൻഡിവിജ്വൽസ് ഒക്കെ എന്താ, നമ്മൾ ഒന്ന് ശരിയായില്ല അങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞാലും അവിടെ വലിയ ഈഗോ ക്ലാഷ് ഒന്നും വരില്ല, അതങ്ങനെയാണ് ചെയ്തു പോക്കുള്ളൂ. അപ്പോൾ ഗ്രൂപ്പ് വർക്ക് എന്ന് പറയുന്നത് ഒരു റിഫ്ലക്റ്റീവ് പ്രാക്ടീസിനുള്ള ഓപ്പർച്യൂണിറ്റി നൽകുന്നുണ്ട്. അതേമാതിരി പിയർ അസസ്മെൻറ്റ്, നമ്മൾ കൂട്ടത്തിലുള്ളവർ അപ്പുറം ഇരുന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അസസ് ചെയ്യുക. നീ ഇത് പഠിച്ചത് ശരിയായില്ല, ഇങ്ങനെ എല്ലാവരും ഇതെന്നൊക്കെ നമ്മൾ അങ്ങോട്ടും കൊണ്ട് പറയില്ലേ ഫ്രണ്ട്സ്, അതൊരു റിഫ്ലക്റ്റീവ് അപ്രോച്ചാണ്. അടുത്തത് പേഴ്സണൽ ഡെവലപ്മെൻറ്റ് പ്ലാനിങ് ആണ്. അവിടെ എന്ത് ചെയ്യുക, ഗോൾസ് സെറ്റ് ചെയ്യുക, ഒരു പ്രത്യേകം ഒരു ഗോൾസൊക്കെ സെറ്റ് ചെയ്യുക. ആ ഗോൾ അച്ചീവ് ചെയ്തോ നോക്കുക. അതെന്ത് ചെയ്യുക, അച്ചീവ് ചെയ്തില്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുക, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യണം. അപ്പോൾ അത് അച്ചീവ് ചെയ്തില്ലെങ്കിൽ എവിടെ മിസ്റ്റേക്ക് വന്നു, എവിടെ ഞാൻ പാളിപ്പോയി എന്നൊക്കെ മനസ്സിലാക്കുക. അതിനനുസരിച്ചിട്ട് അടുത്ത ഒരു സ്റ്റെപ്പ് വയ്ക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളൊരു പേഴ്സണൽ ഡെവലപ്മെൻറ്റ് പ്ലാനിങ് നടത്തുന്നതൊക്കെ ഒരു റിഫ്ലക്റ്റീവ് അപ്രോച്ചാണ്. അടുത്തത് നമ്മൾക്ക് ഇതെങ്ങനെയൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്നുള്ളതാണ് പറയേണ്ടത്. ഹൗ ടു ഇംപ്ലിമെൻറ്റ് റിഫ്ലക്റ്റീവ് പ്രാക്ടീസസ്, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, റിഫ്ലക്ഷന് വേണ്ടിയിട്ട് ഒരു ഡെഡിക്കേറ്റഡ് ടൈം നമ്മൾ അവിടെ മാറ്റി വയ്ക്കണം. ഒരു ഇത്തിരി സമയം റിഫ്ലക്ഷൻ എന്നുള്ള പരിപാടിക്ക് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കണം. നിങ്ങളുടെ BEdലൊക്കെ അതാണ് നടക്കണം. നിങ്ങൾ പ്രോഗ്രാമുകളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ, നിങ്ങളുടെ വർക്ക്ഷോപ്പുകൾ അങ്ങനെയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ, പ്രാക്ടിക്കൽ വർക്കുകളൊക്കെ ഒരുവിധം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അതിനായിട്ടൊരു സമയം ഉണ്ടാവും, റിഫ്ലക്ഷന് വേണ്ടിയിട്ടൊരു സമയം ഉണ്ടാവും. അതിനിപ്പോൾ 1 മണിക്കൂറോ 2 മണിക്കൂറോ പോയാലും വിഷയമില്ല, ആ പീരീഡ് ക്ലാസ് എടുത്തില്ലെങ്കിലും പ്രശ്നമില്ല. അതിന് വേണ്ടിയിട്ടൊരു ടൈം മാറ്റി വയ്ക്കുന്നുണ്ട്. അങ്ങനെ നമ്മളൊരു ടൈം മാറ്റി അതിനൊരു എഫേർട്ട് കൊടുക്കുമ്പോൾ തന്നെയാണ് റിഫ്ലക്റ്റീവ് പ്രാക്ടീസസ് നടന്നു പോകുള്ളൂ അല്ലേ, ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അടുത്തത് എന്താ പറയുന്നത്, എൻകറേജ് ജേർണലിംഗ് ഓർ ഡോക്യുമെൻറ്റേഷൻ. നമ്മൾ എന്ത് ചെയ്യാം, ഈ കണ്ടെത്തുന്ന കാര്യങ്ങൾ, റിഫ്ലക്റ്റ് ചെയ്തെടുക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഡോക്യുമെൻ്റ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമ്മളൊരു മീറ്റിംഗ് ഒക്കെ ഉണ്ടായ മിനിറ്റ്സ് എഴുതി വെക്കണ മാതിരി നമ്മൾ എന്ത് ചെയ്യുക, ഒരു കാര്യത്തിൽ ഇന്ന കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടെത്തി, ഇന്ന ഒരു പ്രൊജക്റ്റ് ചെയ്തപ്പോൾ ഇന്നതൊക്കെയാണ് പ്രശ്നം, ഇന്നതൊക്കെയാണ് ഞാൻ റിഫ്ലക്റ്റ് ചെയ്ത് കണ്ടെത്തി, അത് നമ്മൾ എന്ത് ചെയ്യുക, ഒന്നില്ലെങ്കിൽ ജേർണൽ ചെയ്യുക, അല്ലെങ്കിൽ ഡോക്യുമെൻ്റ് ഒന്ന് എഴുതി വയ്ക്കുക, എവിടെയെങ്കിലും അതിനൊന്ന് ഡോക്യുമെൻ്റ് ചെയ്ത് വയ്ക്കുക. അടുത്തത് പ്രൊവൈഡ് ഗൈഡൻസ് ആൻഡ് പ്രോംപ്റ്റ്സ് ഫോർ റിഫ്ലക്ഷൻ. നമ്മൾ റിഫ്ലക്ഷൻ നടത്തുമ്പോൾ അതിനുള്ളൊരു ഗൈഡൻസ് ഒക്കെ കൊടുക്കുക.
ക്വസ്റ്റ്യൻസ്, റെലവൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ആ റെലവൻ്റ് ആയിട്ടുള്ള ടൈമിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ട് ആ റിഫ്ലക്ഷനെ ഒന്നും കൂടെ നല്ല രീതിയിലേക്ക് ഗൈഡ് ചെയ്ത് വിടുക. അതൊരു റിഫ്ലക്റ്റീവ് പ്രാക്ടീസസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനുള്ള ഒരു സ്ട്രാറ്റജിയാണ്. അടുത്തത്, ഫോസ്റ്റർ എ സപ്പോർട്ടീവ് എൻവയോൺമെൻറ്റ് ഫോർ ഷെയറിങ് റിഫ്ലക്ഷൻസ്. നമ്മുടെ റിഫ്ലക്ഷൻ ഇപ്പോൾ സെൽഫ് അസസ്മെൻ്റ് ആയിക്കോട്ടെ, പിയർ അസസ്മെൻറ്റ്, ഗ്രൂപ്പ് വർക്കൊക്കെ ആയാലും ഇതിലൊക്കെ റിഫ്ലക്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയൊരു അറ്റ്മോസ്ഫിയർ ആയിരിക്കണം. ഇപ്പോൾ നമ്മൾ ടീച്ചറായാലും കുട്ടികളായാലും നല്ല രീതിയിൽ അങ്ങോട്ട് ഒരു കൊളാബറേഷനൊക്കെ ഉണ്ടാകുന്നു കുട്ടികൾ തമ്മിലും ടീച്ചറും കുട്ടികളൊക്കെ തമ്മിൽ. നമുക്ക് തുറന്ന് പറയാൻ എന്നുള്ളൊരു അവസ്ഥ ഉണ്ടെങ്കിലാണ് അവിടെ ഈ റിഫ്ലക്ഷനൊക്കെ നടക്കും. അപ്പോൾ ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റിനെ നമ്മൾ എപ്പോഴും ഉണ്ടാക്കിയെടുക്കണം. ക്ലാസ് റൂം എന്ന് പറയുന്നത് വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള, ഫോസ്റ്ററിങ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻ്റ് ആയിരിക്കണം. ടീച്ചർ അതിൽ എപ്പോഴും ഒരു ഫെസിലിറ്റേറ്ററും ഗൈഡും ആയിരിക്കണം. ടീച്ചർ എപ്പോഴും നമ്മളിങ്ങനെ കൺട്രോൾ ചെയ്തിട്ട് നമ്മൾ പേടിപ്പെടുത്തുന്ന ഒരാളാവരുത് ടീച്ചർ എപ്പോഴും ഒരു ഫെസിലിറ്റേറ്റർ ആയിരിക്കണം. അടുത്ത് പറയുന്നത് ബെനിഫിറ്റ്സ് ആണ്. ബെനിഫിറ്റ്സ് കുറച്ച് പോയിന്റ്സേ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങളുടെ ലേണിംഗ് ഔട്ട്കംസിനൊക്കെ ഇമ്പ്രൂവ് ചെയ്യിക്കും. നമ്മൾ റിഫ്ലക്റ്റ് ചെയ്ത് പഠിക്കുമ്പോൾ കാര്യം മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, പാകപ്പിഴകളൊക്കെ മനസ്സിലാക്കി അതിനെ ഇവാലുവേറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ എന്തുണ്ടാവും, നമ്മുടെ ലേണിംഗ് ഔട്ട്കംസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യും. മൊത്തത്തിൽ ലേണിംഗ് നമ്മുടെ ഇമ്പ്രൂവ് ചെയ്യും. പിന്നെ എൻഹാൻസ്ഡ് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ്. ഇതേ കാര്യം നമ്മൾ പ്രൊഫഷണൽ ചെയ്യുമ്പോൾ, റിഫ്ലക്ഷൻ പ്രൊഫഷണൽ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ ഒരു പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റും ഉണ്ടാവും. ഞാനൊരു ടീച്ചർ എന്നുള്ള രീതിയിൽ എൻ്റെ ടീച്ചിങ് സ്റ്റൈലിനെ, എൻ്റെ ആ എല്ലാ കാര്യങ്ങളും, ടീച്ചിങ് മെത്തേഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് എന്താണ്, ഒരു പ്രൊഫഷണൽ ഡെവലപ്മെൻ്റ് ആണ് ഉണ്ടാവുന്നത്. അതേപോലെ സെൽഫ് അവെയർനെസ്സും കോൺഫിഡൻസും ഇൻക്രീസ് ചെയ്യും. നമുക്ക് സ്വന്തമായിട്ട് നമ്മളെ പറ്റി ഒരു അറിവുണ്ടെങ്കിൽ മറ്റുള്ളവർ എന്തെന്നെ പറഞ്ഞാലും നമ്മുടെ ആ കോൺഫിഡൻസിനെ തകർക്കാൻ പറ്റില്ല അല്ലേ. എന്നെക്കൊണ്ട് ഇത് പറ്റും, നിങ്ങൾ എന്തെന്നെ പറഞ്ഞാലും എന്നെക്കൊണ്ട് ഇത് പറ്റും എന്നുള്ളത് നമുക്കൊരു ബോധമുണ്ട്. അങ്ങനെ ഒരു അവെയർനെസ് ഇല്ലാത്തപ്പോഴാണ് നമുക്ക് പെട്ടെന്ന് ഇമോഷണലി ഒരു ബ്രേക്ക് ഡൗൺ ഒക്കെ വരിക. അപ്പോൾ നമുക്ക് ഒരു റിഫ്ലക്ഷൻ നടത്തിയിട്ട് നമ്മുടെ എബിലിറ്റീസ്, കേപ്പബിലിറ്റീസിനെയൊക്കെ പറ്റിയിട്ട് സ്വന്തമായിട്ടൊരു അവെയർനെസ് ഉണ്ടെങ്കിൽ നമ്മുടെ കോൺഫിഡൻസും ബൂസ്റ്റ് ആവും. അപ്പോൾ നമ്മുടെ സെൽഫ് അവെയർനെസ്സും കോൺഫിഡൻസിനെയൊക്കെ ഇൻക്രീസ് ചെയ്യിക്കാൻ ഈ റിഫ്ലക്റ്റീവ് പ്രാക്ടീസസ് ഹെൽപ്പ് ചെയ്യും. ഇത്രയും വളരെ കുറച്ച് ബെനിഫിറ്റ്സേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇതിൻ്റെ ബെനിഫിറ്റ്സ് ഇതൊന്ന് ഉണ്ടാക്കി എഴുതാവുന്നതേ ഉള്ളൂ. ഇത്രയാണ് നമുക്ക് റിഫ്ലക്റ്റീവ് പ്രാക്ടീസസിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ഇതോടൊക്കെ നമ്മുടെ സൈക്കോളജി, സെക്കൻഡ് സെം സൈക്കോളജിയിലെ 6th യൂണിറ്റ് ഏകദേശം കവറായിട്ടുണ്ട്. ഇതിൻ്റെ പ്ലേലിസ്റ്റ് ഇതിൻ്റെ കൂടെ തന്നെ, ഈ വീഡിയോയുടെ കൂടെ തന്നെ ഇടുന്നുണ്ട്. നിങ്ങൾ കാണുക, എല്ലാ വീഡിയോസും കാണുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിക്കാം. താങ്ക് യു.